അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ്, ഇതിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥതയുടെ കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരെ ആശുപത്രിക്ക് രോഗികളെ കിടക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പോലെ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ, പുഴയുടെ വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അതിൽ നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും
പരിശുദ്ധാത്മ നീക്കുക. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് അറിവ്. യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയുന്നതിനെ ആരാധിക്കും. പക്ഷെ അറിയുന്നതിനെ ആരാധിക്കുമ്പോൾ എന്താണ് റിസൾട്ട്? എന്താണ്? രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ. അറിയുന്നതിനെ ആരാധിക്കുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത്? ക്രിസ്തു ആരിൽ നിന്നാണ് വരണത്? ആർക്കാണ് ക്രിസ്തുവിന് അനുഭവവേദ്യമാകണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശവപ്രാണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം ഭക്തിയോടും സത്യയോടും കൂടി ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾ അധികം വാരിക്കെട്ടി പ്രാർത്ഥിച്ചിട്ട് ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോട് ചെയ്ത കാര്യം, ഈ വിമാനത്തിൽ ലൈറ്റില്ലായിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നത് കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പം ഞാൻ എൻ്റെ കാന നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി. ഞാനിവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിൽ ലെൻസ് ഇംഗ്ലണ്ടിൽ ധ്യാനം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ് UK-യിൽ. അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞു എന്തിനാണ് വെച്ചാൽ ലെൻസ്? അപ്പോൾ എനിക്കറിയത് എന്തിനാണ് ലെൻസ് ഒന്ന് എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കാമെല്ലാം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ വായിക്കേണ്ടി വന്നു. ഞാൻ കാന നമസ്കാരം തിരിച്ചു വെച്ചപ്പോൾ തുടർന്ന് വെച്ചപ്പോൾ ലൈറ്റ് കുറവാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച്. അപ്പോൾ എന്താണ് ഇത്? ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാം. അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം. കാരണം ദൈവതിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണി മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. കാര്യം ഇവർ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യം, പൂച്ചയുടെ കാര്യം, അത്താഴത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് അപ്പടെ പ്രാർത്ഥിച്ച് പണി മേടിക്കും. അപ്പം നിങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല പ്രാർത്ഥിച്ച് പണി മേടിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. അത് കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെ ചോദിക്കത്തില്ല. അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുള്ളൂ. കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ. അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഗുണം പിടിക്കാത്തതിന് പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഔദാര്യം ചെയ്യണ പോലെ. അങ്ങനെയല്ല. എൻ്റെ കർത്താവിൻ്റെ ആത്മാവില്ലാതെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കുന്നത്. റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിന് അത് ഒരു ദൈവസ്നേഹമുണ്ട്. വിളിക്കുന്നതിന് ആവശ്യമായൊരു ദൈവസ്നേഹമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു സമർപ്പണമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ്. മനസ്സിലായോ? ഒരു ദൈവ പൈതലിന് വിശ്വാസം കൂടുമ്പോൾ, പ്രത്യാശ കൂടുമ്പോൾ, സ്നേഹം കൂടുമ്പോൾ, ഇനി സമർപ്പണം കൂടുമ്പോൾ. കാര്യം വിശ്വാസം കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും. പ്രത്യാശ കൂടുമ്പോഴും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും. സ്നേഹം കൂടുമ്പോൾ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവം തരുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തങ്കമെന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? സമർപ്പണമാണ്. കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ്? സമർപ്പണം. അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ആമേൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.
പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിന് സ്വയമായിട്ട് കീഴടങ്ങുന്നു. ആമേൻ. 2 കൊരിന്ത്യർ 1:20 വായിച്ച്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ 8855 വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. അതായത് പ്രശ്നത്തെ ക്രിസ്തുവാണ് ആമേൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യം ഈ മേഖലയിൽ ദൈവഹിതം നിറവേറട്ടെ, ദൈവരാജ്യം പുലരട്ടെ, ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമേൻ പറയുന്നത്. ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല, മാറാനാത്ത ആമേൻ. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ആദ്യം കർത്താവ് യേശുവേ വരണം. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിംഗ് അവരുണ്ട്. അവൻ കർത്താവ് വന്ന കർത്താവിനെ പ്രസൻ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് ആമേൻ പറയണത്. ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിനാണ് ഈ ബൈബിൾ പഠിക്കണത്. ചില ബൈബിൾ മലയാളത്തിൽ എഴുതിയ വായിച്ചാൽ മനസ്സിലാവില്ല, അങ്ങനെ വായിച്ചാലില്ല. അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞില്ലേ കർത്താവേ വരണമെന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുക, വെളിപ്പാട് യോഹന്നാനിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുക. അപ്പം എല്ലാവർക്കും വേണ്ടി, രക്ഷിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, മാറാനാത്ത